സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന പഴയകാല നാണയങ്ങളെക്കുറിച്ചാണ്. ഇത്രയും നാണയങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മുടെ പൂർവികർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാണയങ്ങളാണിതൊക്കെ. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാണയങ്ങളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെയും രാജഭരണകാലത്തെയും നാണയങ്ങളാണ്. ഞാനിതിനെ ചില നാണയങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. ഇത് 1 റുപ്പിയാണ്. വില്യം രാജാവിൻ്റെ കാലത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇറക്കിയ നാണയമാണ് 1 റുപ്പി. 1835. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരുന്ന നാണയമാണിത്. വില്യംസ് രാജാവിൻ്റെ കാലത്താണ്. അത് കഴിഞ്ഞിട്ട് ഇത് കിങ് ജോർജ് 5ാമൻ്റെ കാലത്തെ നാണയം 1 റുപ്പിയാണ്. അതും ഇത് പക്ഷേ 1917 ഒരു നാണയമാണ്. അതും വെള്ളി നാണയമാണ്. ഇത് ഏകദേശം 1500-2000 രൂപ വില മാർക്കറ്റുള്ളതാണ്. ഇത് നമ്മൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ തിരുനാളിൻ്റെ കാലത്തെ നാണയമാണ്. ഇതിലെ ചക്രമാണ്. നമ്മുടെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ നാണയമാണിത്. ഈ 28 ചക്രം കൊടുക്കുമ്പോഴായിരുന്നു 28 ചക്രം കൊടുക്കുമ്പോഴായിരുന്നു ഒരു ബ്രിട്ടീഷ് റുപ്പി നമ്മൾക്ക് കിട്ടുന്നത്. 28 ചക്രം 1 റുപ്പി ബ്രിട്ടീഷ് റുപ്പിയായിരുന്നു കിട്ടുന്നത്. അതുകൂടാതെ ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാലത്തെ നാണയമാണ്. കണ്ടോ, അവരുടെ ചിഹ്നമാണ് ഈ കാണുന്നത്. കണ്ടോ, 2 സിംഹം, അതിന് മുകളിലൊരു കുരിശും സിംഹം ഇങ്ങനെ ഒരു എംബ്ലത്തേൽ നിൽക്കുന്നതാണ്. ഇത് കണ്ടോ, കറക്റ്റ്. അതുകൂടാതെ ഇത് നാട്ടുരാജാക്കന്മാരുടെ കാലത്തെ നാണയമാണ്. ഇത് നമ്മളെ അവസാനമായി ഭരിച്ചുകൊണ്ടിരുന്ന ജോർജ് 6ാമൻ്റെ കാലത്തെ നാണയമാണ്. അതിനിടയ്ക്ക് നമ്മുടെ എഡ്വേർഡ് രാജാവിൻ്റെ ഉണ്ട്. എഡ്വേർഡ് രാജാവ് 1 വർഷമേ നമ്മളെ ഭരിച്ചുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തു. അതുപോലെ തന്നെ 8 കാശ്, തിരുവിതാംകൂറിൻ്റെ 8 കാശ്, ഇങ്ങനെയൊക്കെയുള്ള നാണയങ്ങൾ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ട് കാണത്തില്ല. എന്നാൽ 50കളിലും തൊട്ടൊക്കെയുള്ള കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാണയങ്ങളാണിത്. കണ്ടോ, ഇതാണ് നാണയപ്പെട്ടി. കണ്ടോ, പണ്ട് രാജാക്കന്മാരുടെ കാലത്തും അതുപോലെയുള്ള ധനാഢ്യരായ ആൾക്കാരും ബാങ്കുകളിലും ഒക്കെ ഇതേപോലെ പെട്ടികളിലാണ് നാണയം വെച്ചുകൊണ്ടിരുന്നത്. അന്ന് നോട്ടുകൾ കുറവാണല്ലോ. അപ്പോൾ നാണയങ്ങളാണ് എല്ലാവരും ക്രയവിക്രയത്തിൽ. നോട്ടുകളൊക്കെ അപൂർവമായിട്ടൊക്കെ ഉള്ളതേ ഉള്ളൂ. ഇതാണ് പഴയകാല നാണയങ്ങളാണിത്. ഉണ്ടോ, ഇത് എൻ്റെയൊക്കെ ബാല്യത്തിൽ ഈ 20 പൈസയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് നാണയങ്ങളെ ഇല്ല. ഇന്ന് ഡിജിറ്റൽ യുഗമായി. ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെയായി. ഇന്ന് ക്യാഷ് കൊണ്ട് നടക്കേണ്ട കാര്യമേ ഇല്ല. എല്ലാം ടെക്നോളജി മാറി. അതിന് മുമ്പുള്ള ഒരു അവശേഷിപ്പുകളാണിത്. കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത്. അതേപോലെ 1-2 നാണയപ്പെട്ടികളിലൂടെ ഞാൻ കാണിക്കാം. ഈ നാണയം കണ്ടല്ലോ, തിരുവിതാംകൂറിൻ്റെയും ബ്രിട്ടീഷ് ഇന്ത്യയുടെയും ഒക്കെ നാണയങ്ങളാണ്. അതുകൂടാതെ ഒരു നാണയപ്പെട്ടിയാണ് ഇത് പഴയ ഒരു കാലത്തെ ഒരു നാണയപ്പെട്ടിയാണ്. ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. അതിനകത്ത് പക്ഷേ നാണയങ്ങളാണ്. പഴയ നാണയവും പുതിയ നാണയവും എല്ലാം കൂടെ മിക്സായിട്ട് കിടക്കുകയാണ്. പഴയ നയാ പൈസ, 1 നയാ പൈസയൊക്കെയാണ് ഇത്. കണ്ടില്ലേ, 1 നയാ പൈസ, 20 പൈസ, പഴയ 1 രൂപ ആണ്. ഇതൊന്നുമില്ല, ഇന്നെല്ലാം അന്യം നിന്ന് പോയി. ഇത് വളരെ ബൾക്കായിട്ടുണ്ട്. ഇതെല്ലാം നാണയങ്ങളാണ്. 50 പൈസ. ഇതാണ് പഴയകാല നാണയങ്ങൾ. നമ്മുടെ പൂർവികർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് ഞാനൊരു പഴമയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.